ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-ൽ ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരെ ട്രാൻസാക്ഷൻസിൽ സെയിൽസിൽ പോവാം. സെയിൽസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. നമ്മൾ കസ്റ്റമർ ഏതാണോ കസ്റ്റമറിനെ ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെയിൽസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ടൈപ്പ് ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കൊടുക്കുക. ഡെലിവറി അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ട് ഇവിടെ ഏതാണോ ഐറ്റം ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഐറ്റം ക്വാണ്ടിറ്റി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ട്സ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ടൈപ്പ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാഷ് റിസീവ്ഡിൽ എത്രയാണോ ആ ഒരു അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുള്ളത് അത് നമ്മളിവിടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ക്യാഷ് റിസീവ്ഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് 5000 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിൽസ് ഓർഡർ നമ്മുടെ കംപ്ലീറ്റ് ആവും. ഞാനിതിൽ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലിസ്റ്റ് സെയിൽസ് ഓർഡറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സെയിൽസ് ഓർഡർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളിത് ലാസ്റ്റ് ചെയ്ത സെയിൽസ് ഓർഡറാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാം നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് നമ്മുടെ 10,700 ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ബാലൻസ് എമൗണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഇതിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ള സ്റ്റാറ്റസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒന്നിൽ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡെലിവറി നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും ഇവിടുന്ന് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൺവേർട്ട് സെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പേയ്മെൻറ്റ് ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി അഡീഷണൽ ചാർജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ ചാർജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പാക്കേജിങ് ചാർജ് എന്തെങ്കിലും അഡീഷണൽ ചാർജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് എമൗണ്ട് എത്രയാണോ അതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടും കൂടി നമ്മുടെ ആ ഒരു ബില്ലിൻ്റെ എമൗണ്ടിലേക്ക് ആഡ് ആവും. അപ്പോൾ നേരത്തെ നമുക്ക് 10,700 ആയിരുന്നു നമ്മുടെ ഫൈനൽ എമൗണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു 100 അഡീഷണൽ ചാർജും കൂടി വന്നിട്ട് ഇവിടെ നമുക്ക് 10,800 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ചാർജ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് നമ്മൾ സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇത് തന്നെ നമുക്ക് അഗൈൻ ലിസ്റ്റ് സെയിൽസ് ഓർഡറിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു ഇൻവോയ്സ് ആണിത്. നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇത് ഇൻവോയ്സ്ഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കത് ഡെലിവറി നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു ഡെലിവറി നോട്ടിൽ പോവാം. അതിനുശേഷം നമ്മളിവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഐറ്റംസ് ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റിങ്ങിന് ഓപ്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഡെലിവറി നോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി എത്രയാണ് ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട്, എത്രയാണ് റിസീവ്ഡ് എമൗണ്ട്, ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പ്രിവ്യൂ അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡെലിവറി നോട്ടിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.